ഐഡിയസ് നമ്മളിന്ന് പറയുന്നത് IHRD കോളേജുകളിലെ NRI അഡ്മിഷനെ പറ്റിയിട്ടാണ്. 2025 എഞ്ചിനീയറിംഗ് NRI അഡ്മിഷനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇൻട്രോ പോലെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എനിക്കറിയാം കുറച്ച് നാളുകളായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചിലവർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും, ചിലർ ഇടയ്ക്ക് വന്ന് ഓടി നോക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ചില ഇൻഫർമേഷൻസ് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചില വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വന്ന് പറയണം. നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ആ വീഡിയോ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ വന്ന് ചോദിക്കണവരുണ്ടാവും. അപ്പോൾ അങ്ങനെ അറിയണവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ കീം വഴി നമ്മൾക്ക് ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്, പ്രൈവറ്റ് കോളേജ്, ഇങ്ങനെ എല്ലാ കോളേജിലേക്കുള്ള മെറിറ്റ് സീറ്റ്, അതിൽ ഗവൺമെൻറ്റിൽ ഫുൾ സീറ്റ് മെറിറ്റാണ്. അപ്പോൾ ബാക്കി എല്ലാ കോളേജുകളിലെയും മെറിറ്റ് സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത് നമ്മുടെ എൻട്രൻസ് കമ്മീഷണറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു. നമുക്ക് ഈ വിഭാഗത്തിൽ IHRDയുടെ കീഴിൽ, കോപ്പറേറ്റീവിൻ്റെ സൊസൈറ്റിയുടെ കീഴിൽ, അതുപോലെ തന്നെ നമുക്ക് LBSൻ്റെ കീഴിൽ, KSRTCയുടെ കീഴിലും, അതുപോലെ ചില യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊക്കെ നമ്മൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഇതാണ് കോഴ്സ് ഷെയറിംഗ് വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള കോളേജുകളിൽ നമുക്ക് മെറിറ്റ് ലോ ഫീസ് അല്ലെങ്കിൽ മെറിറ്റ് സീറ്റ് എന്ന് പറയുന്ന സീറ്റുണ്ട്, മെറിറ്റ് ഫുൾ ഫീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്ന സീറ്റുണ്ട്, പിന്നെ NRI സീറ്റുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ്, രണ്ട് സീറ്റിലേക്കുള്ള അഡ്മിഷൻ എല്ലാം നടത്തുന്നത് എൻട്രൻസ് കമ്മീഷണറുടെ അലോട്ട്മെൻറ്റ് വഴി. നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ മെറിറ്റ് സീറ്റ് വേണം, ലോ ഫീസുള്ള സീറ്റ് വേണം, മറ്റ് ഫുൾ ഫീസുള്ള സീറ്റ് വേണമെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഒരെണ്ണം മതിയെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. ആ ടൈമിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഫില്ല് ചെയ്യുന്നത് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻസ് കൊടുത്താണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് നമുക്കിപ്പോൾ കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഇല്ലാത്തവർക്കും ഇങ്ങനെയുള്ള കോളേജിൽ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പല സീറ്റ് എന്ന് പറഞ്ഞാലും ഇതിൽ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫീസിലുള്ള വ്യത്യാസം തന്നെയാണ്, അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സീറ്റുകൾ തമ്മിൽ ഫീസിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾക്ക് കീം എഴുതാതെയുള്ള ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, കീം എഴുതി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവരെയും പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് കീം എഴുതാത്തവരെ പരിഗണിക്കുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് PCMന് ഫുൾ മാർക്ക് കിട്ടിയേക്കണവരാണെങ്കിലും കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് എൻട്രൻസ് എഴുതാത്തവരെയോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതിയിട്ട് ആ ഒരു ക്വാളിഫൈ ആവാത്തവരെയൊക്കെ പരിഗണിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച സീറ്റ് ഉണ്ടാവണം എന്നില്ല ഇങ്ങനെയുള്ള കീം എഴുതാതെയുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്ക്. മനസ്സിലാവണ്ടോ? അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട വരും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് കിട്ടാൻ ആഗ്രഹിച്ച കോളേജിൽ നമുക്കതൊരു ഷുവറായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അത് സ്പോട്ട് അലോട്ട്മെൻ്റ് ഉണ്ടല്ലോ, എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞതിന് ശേഷം അതത് കോളേജുകൾ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് സ്പോട്ട് നടത്തും. അപ്പോഴാണ് കീം എഴുതാത്തവരെ ഇതുപോലുള്ള ഈ കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വിളിക്കുന്നത് കേട്ടോ. അത് ആ ടൈമിൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് അതല്ലാതെ കീം എഴുതണ്ടാത്ത ഒരു സീറ്റാണ് ഇതുപോലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെ NRI സീറ്റ്. നമുക്ക് ആ ഫീസ് കൊടുക്കാനുണ്ടാവണം, നമുക്കൊരു സ്പോൺസർ ഉണ്ടാവണം. അത് ഫാദറോ മദറോ ആവണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല, ആരെങ്കിലും ഒരാൾ സ്പോൺസർ ഉണ്ടാവണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയാറ്. ഓക്കെ. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ കീമിൽ ഇപ്പോൾ നിങ്ങൾ NRI അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തു, അതിനുശേഷം കിട്ടിക്കഴിഞ്ഞിട്ട്, അതായത് NRI അഡ്മിഷനാണ് ആദ്യം നടക്കുക, പിന്നീടാണ് കീമിൻ്റെ അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ കീം അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ സീറ്റ് മാറി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ IHRDയുടെ കോളേജ്, എസ്പെഷ്യലി മോഡലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ മാറിക്കിട്ടും. എല്ലാ കോളേജിലും മാറി കിട്ടേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില കണ്ടീഷൻസ് ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടാവും, അപ്പോൾ നമുക്ക് ഫീ റീഫണ്ട് കിട്ടുന്ന സമയം ഉണ്ടാവും. അപ്പോൾ ആ ലാസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നിങ്ങളുടെ ഫീസ് തിരിച്ചു കിട്ടും, നിങ്ങൾക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാനൊക്കെ പറ്റും. സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണെങ്കിലും പേടിക്കേണ്ട. പക്ഷേ കുറച്ച് കഴിഞ്ഞ് സ്പോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഫീസ് തിരിച്ച് കിട്ടുമോ എന്നതിനെ പറ്റിയിട്ടൊരു ഡൗട്ട് ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളിപ്പോൾ മോഡലിൽ ഒരു സീറ്റ് NRI സീറ്റ് എടുത്തു, എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും
ഒരു സീറ്റ് അവിടെ തന്നെ വേറൊരു ബ്രാഞ്ച് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഫീസ് അവിടെ ഓക്കെ ആക്കിക്കോളും. പക്ഷേ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഇതിൻ്റെ കീഴിലുള്ള കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ഓരോ സമയങ്ങളുണ്ട് നിങ്ങൾക്ക് ഫീസ്. ആദ്യത്തെ സമയത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് സമയങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും, അത് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നേരത്തെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയും കാര്യങ്ങളുണ്ട് എന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ കീം വഴി അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ സാധാരണ കേസിൽ നിങ്ങൾക്ക് മാറി കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾ ഈ NRI അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവരോട് കൺഫേം ചെയ്യുക, ഇങ്ങനെ ഞങ്ങൾക്ക് കീം വഴി ആ കോളേജിൽ തന്നെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ NRI ഒരു അഡ്മിഷൻ എടുത്തു, അവിടെ തന്നെയാണെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാവില്ല. വേറൊരു കോളേജിലേക്ക് മാറുമ്പോഴും അങ്ങനെയൊക്കെയാണ് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി IHRD കോളേജിൽ അഡ്മിഷനെ പറ്റിയിട്ട് പറയാം, NRI അഡ്മിഷനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇവരിപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത് 15/5 ഇന്ന് മുതലാണ്. പക്ഷേ ഇന്ന് ചെറിയ സൈറ്റ് പ്രോബ്ലം ഉണ്ട്, അത് ഓൾറെഡി ഓപ്പൺ ആയിട്ടില്ല. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് അത് ഓപ്പൺ ആയി കിട്ടും. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ അത് ശരിയാവും, സാധ്യത ഉണ്ട്, പറയാൻ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓപ്പൺ. അവർ ഡേറ്റ് 15/5 ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇനി വീഡിയോ വരുമ്പോൾ അത് ഓക്കെ ആവുമെന്ന് അറിയില്ല. നിലവിലത് കുറച്ച് മെയിൻ്റെനൻസ് ആയിട്ട് അത് സൈറ്റ് ഇച്ചിരി ഡൗൺ ആണ്. സോ നമ്മൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആലോചിച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് 4/6/2025 4 മണി വരെ സമയമുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ IHRDയുടെ കീഴിൽ നമുക്ക് 8 എഞ്ചിനീയറിംഗ് കോളേജാണുള്ളത്. അപ്പോൾ ആ 8 എഞ്ചിനീയറിംഗ് കോളേജുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ വേണം, NRI വേണം എന്നുണ്ടെങ്കിൽ 8 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ കോളേജിൽ എത്തിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മോഡലിൽ NRI അഡ്മിഷൻ വേണം, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് ആ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ കോളേജിൽ എത്തിക്കണം. പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എത്തിക്കണം. ചില ഡോക്യുമെൻറ്റ്സും കൂടി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 7/6/2025 4 മണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 4/6 വരെ സമയമുണ്ടെങ്കിലും 7/6/2025 നിങ്ങൾ അതത് കോളേജിൽ നിങ്ങൾ 2 കോളേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മോഡലും അതുപോലെ തന്നെ ചെങ്ങന്നൂരും ചൂസ് ചെയ്യണമെങ്കിൽ ഈ 2 കോളേജിലേക്ക് അപ്ലൈ ചെയ്യണം. 2 കോളേജിലും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എത്തിക്കുകയും വേണം. വിത്ത് കുറച്ച് സർട്ടിഫിക്കറ്റുകളും ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്തവരുടെ ഒരു ഡീറ്റെയിൽസ് അതത് കോളേജിൻ്റെ വെബ്സൈറ്റിലിടും, IHRDയുടെ വെബ്സൈറ്റിലിടും. ഈ പറയുന്ന പോലെ അതത് കോളേജിൻ്റെ വെബ്സൈറ്റിലിടും. അത് 9/6/2025 4 മണി വരെയാണ്. ഇനി റാങ്ക് ലിസ്റ്റ് അതിനുശേഷം നിങ്ങളപ്പോൾ അത് നോക്കുക കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് അത് കോളേജിൻ്റെ വെബ്സൈറ്റുകൾ കയറി നോക്കുക. ഓക്കെ, ഇനി അതിനുശേഷം ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. അതായത് നിങ്ങൾക്കറിയാമല്ലോ NRI അഡ്മിഷൻ എന്ന് പറയുന്നത് PCMൻ്റെ മാർക്കാണ്. സോ PCMൻ്റെ മാർക്കിൻ്റെ ബേസിൽ നമ്മൾക്കൊരു റാങ്ക് ലിസ്റ്റ് ഇടും. അത് 10/6/2025 ആണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മാർക്ക് വ്യത്യാസം വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിളിച്ച് നിങ്ങൾക്കത് ചോദിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് 11/6 ഓക്കെ. അപ്പോൾ 11/6 നമ്മൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും വരുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഓരോ കോളേജുകളിൽ ഡേറ്റ്, ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റും അതുപോലെ തന്നെ അഡ്മിഷൻ്റെ ഡേറ്റുമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതും വെബ്സൈറ്റിൽ തന്നെ ഇടും. നമുക്ക് പേഴ്സണലി ചിലപ്പോൾ മെസ്സേജോ മെയിലോ ഒന്നും വരില്ല. നിങ്ങൾ വെബ്സൈറ്റുകളാണ് ഇതിനോടനുബന്ധിച്ച് നോക്കണത്. ഡേറ്റുകൾ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡേറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുവാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വെബ്സൈറ്റ് നോക്കുക കേട്ടോ. ഇപ്പോൾ നിലവിലിപ്പോൾ മോഡലിൽ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിനും അഡ്മിഷനൊക്കെ ഉള്ള ഡേറ്റ് പറഞ്ഞേക്കുന്നത് 18/6/2025 മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. നിങ്ങളിപ്പോൾ IHRDയുടെ കീഴിൽ അറിയാം നിങ്ങൾക്ക്. അല്ലാതെയും നമുക്ക് ബെസ്റ്റ് പ്ലേസ്മെൻ്റ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് മോഡൽ എന്ന് പറയുന്നത്. സോ 18/6/2025 മോഡലിലെ ഇൻ്റർവ്യൂ, NRI അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതായത് ഇവർ ഒരു വെബ്സൈറ്റിലിടും, ഇപ്പോൾ 50 വരെ റാങ്ക് ഉള്ളവർ അല്ലെങ്കിൽ 100 വരെ റാങ്ക് ഉള്ളവർ ഇന്ന ദിവസം വരാം എന്നുള്ളത്. അപ്പോൾ നിലവിൽ 18-ാം തീയതിയാണ്. അപ്പോൾ ഡേറ്റ് ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് ആ ടൈമിൽ നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ചെങ്ങന്നൂർ, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പോണതും അല്ലെങ്കിൽ ഇവർ വെബ്സൈറ്റിൽ ഇട്ടേക്കണതും ഈ IHRDയുടെ കോളേജുകളുടെ ഒരു റാങ്ക് വൈസ് തന്നെയാണ്. ഇപ്പോൾ മോഡലാണ് ഏറ്റവും ടോപ്പ്. സെക്കൻഡ് നമ്മൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നത് ചെങ്ങന്നൂർ തന്നെയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ 19/6/2025 ഇൻ്റർവ്യൂ നടക്കുന്നത് കേട്ടോ. അവിടെയും വെബ്സൈറ്റിൽ ഇതുപോലെ ഇന്ന റാങ്ക് വരെ ഉള്ളവർ ഇത്ര ഡേറ്റിൽ വരാം, ഇത്ര സർട്ടിഫിക്കറ്റ് ആയിട്ട് വരാം എന്നൊക്കെ പറയുണ്ടാവും. അതുപോലെ ചെല്ലാം കേട്ടോ. പിന്നെ 20-ാം തീയതി 20/6/2025 കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, ചേർത്തല, കല്ലൂർപ്പാറ, അതുപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ. ഇത്രയും ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് 20/6/2025.
അപ്പോൾ ഇതിൽ ഏത് കോളേജ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേണമെന്ന് നോക്കിയിട്ടും നിങ്ങളുടെ റാങ്കൊക്കെ നോക്കിയിട്ടും ഒക്കെ നിങ്ങൾ അതിൽ പോവുക കേട്ടോ. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര ഈ 2 കോളേജിലും നടക്കുന്നത് 21/6/2025 നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത്. ഞാൻ മനസ്സിലായല്ലോ, മൊത്തം പേരുടെ ഇൻ്റർവ്യൂ അല്ല, അവരൊരു റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റിലുള്ളവരെന്ന് ഇത്ര പേര് ചെല്ലാൻ പറയും, അവരാണ് ചെല്ലേണ്ടത് കേട്ടോ. ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, വെബ്സൈറ്റാണ് നോക്കേണ്ടത്. പിന്നെ സ്പോട്ട് അഡ്മിഷനാണ് 23 മുതൽ പല ദിവസങ്ങളിലായിട്ട്. പിന്നെ അപ്പോൾ അലോട്ട്മെൻറ്റുകൾ, ഇപ്പോൾ കീമിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ വന്നു കഴിയുമ്പോൾ എന്തായാലും ഈ നമ്മുടെ സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ട് അവർ സ്പോട്ട് നടത്തും. അപ്പോൾ പുറകിൽ നിൽക്കുന്ന റാങ്കുകാർ അവർ മേ ബി ചിലപ്പോൾ കോൾ ചെയ്ത് വിളിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക, കോൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുക. മോഡലൊന്നും ഇട്ടിട്ടില്ല, അവരിപ്പോൾ ആ സൈറ്റൊക്കെ ഓക്കെ ആയിട്ടായിരിക്കും ഇടുക. പിന്നെ ചെങ്ങന്നൂരൊക്കെ എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് IHRDയുടെ വെബ്സൈറ്റ് വഴി കൊടുക്കാവുന്നതാണ്. NRI അഡ്മിഷൻ IHRD.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴി കൊടുക്കാം. അപ്പോൾ അതിലിപ്പോൾ ഇവിടെ കണ്ടോ, ഈ നമ്മളിപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് അണ്ടർ മെയിൻറ്റെയിൻസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് സൂൺ എന്നുള്ളതാണ്. അപ്പോൾ നാളേക്കായിട്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഉള്ളത് IHRDയുടെ കോളേജുകൾ ഉള്ളത് നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ, 8 എഞ്ചിനീയറിംഗ് കോളേജാണ് ഉള്ളത്. അവിടെ നമ്മുടെ NRI അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ സീറ്റിൻ്റെ 5% ആണ് NRI സീറ്റായിട്ട് വരുന്നത്. NRI ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഫീസ് സ്ട്രക്ചറും നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്. ഒരു NRI സ്പോൺസറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഫാദർ തന്നെ വേണം എന്നില്ല, അല്ലെങ്കിൽ മദർ തന്നെ വേണം എന്നില്ല, ഒരു സ്പോൺസർ ഉണ്ടായാൽ മതി. അപ്പോൾ മോഡലിൽ ഇപ്പോൾ ECക്കാണെങ്കിൽ 6 സീറ്റാണുള്ളത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. CS-നാണെങ്കിൽ 9 സീറ്റ് ഉണ്ട്, EEക്ക് 3 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബയോമെഡിക്കലിന് 3 സീറ്റ്, മെക്കാനിക്കലിന് 3 സീറ്റ്, CUക്ക് 3 സീറ്റ്, EVക്ക് 3 സീറ്റ്. ഇങ്ങനെയാണ് ഇവർ NRIയുടെ സീറ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അങ്ങനെ ടോട്ടൽ 30 സീറ്റാണ് NRIക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ കോളേജുകളുടെയും നിങ്ങൾ ടോട്ടൽ ഇൻടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ ഒരു ഇതെന്നുള്ളത്. ഇപ്പോൾ ചില കോഴ്സുകളുടെ നേരെ അവിടെ CY എന്നുള്ള കോഴ്സിൻ്റെ നേരെ അവിടെ ഒരു സീറ്റും കൊടുത്തിട്ടില്ല. കാരണം ആ കോഴ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. മോഡലിൽ EC, CS, EEE, BM, ME, CU അതുപോലെ തന്നെ EV ഇത്രയും കോഴ്സുകൾ അവിടെ ഉള്ളു. അതുകൊണ്ടാണ് അത്രയും സീറ്റ് വന്നേക്കുന്നത്. അത് താഴേക്കാണ് ചില കോളേജുകളിൽ ആ സീറ്റുകൾ ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് സീറ്റ് വേക്കൻസി വരിക കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രാഞ്ചിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ. EC എന്താണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, CS എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. പിന്നെ അടുത്തത് ട്യൂഷൻ ഫീസിൻ്റെ കാര്യമാണ്. ട്യൂഷൻ ഫീസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയിൽ EC അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ സയൻസിൻ്റെ അലൈഡ് ബ്രാഞ്ചുകൾ വരുന്നുണ്ടല്ലോ അവിടെ. അതായത് നമ്മുടെ ഇവർ കൊടുക്കുന്ന ചില കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫീസ് വരുന്നത് 2 ലക്ഷം രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത്. നിങ്ങൾക്കിത് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാൻ സമ്മതിക്കാറുണ്ട്. അപ്പോൾ 2 ലക്ഷം രൂപയാണ് ഈ ഒരു ഫീസ് വരുന്നത്. ഇനി മറ്റു ബ്രാഞ്ചുകൾക്ക് മെക്കാനിക്കൽ പോലുള്ള അല്ലെങ്കിൽ EEE പോലുള്ള മറ്റു ബ്രാഞ്ചുകൾക്ക് 1,50,000 ആണ് ഫീസ് വരുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാ കോളേജിലും ഏത് കോഴ്സാണെങ്കിലും 1.5 അതായത് 1.5 ലക്ഷം രൂപ ഐ തിങ്ക് സോ ആ ഒരു എമൗണ്ടും കൂടി കൊടുക്കേണ്ടതായിട്ട് 1.25 ലാക്കാണ് കേട്ടോ. 1.25 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് റീഫണ്ടബിൾ ഡെപ്പോസിറ്റായിട്ട് ഏത് കോളേജാണെങ്കിലും ഏത് കോഴ്സാണെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. ഇനി ചെങ്ങന്നൂരാണെങ്കിൽ CS റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾക്കും 1,50,000 രൂപയും ബാക്കി ബ്രാഞ്ചസിന് 1,10,000 രൂപയാണ്. അടൂർ കമ്പ്യൂട്ടർ സയൻസിന് മാത്രം 1,25,000 രൂപയും മറ്റു ബ്രാഞ്ചുകൾക്ക് 1 ലക്ഷം രൂപയുമാണ്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി, കല്ലൂർപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര അവിടെ എല്ലാം തന്നെ ഏത് ബ്രാഞ്ചാണെങ്കിലും നിങ്ങൾക്ക് 1000 രൂപ കൊടുത്താൽ മതിയാവും കേട്ടോ. ചേർത്തലയൊക്കെ അത്യാവശ്യം CS-നൊക്കെ പ്ലേസ്മെൻ്റ് ഉള്ള കോളേജൊക്കെ തന്നെയായിട്ടാണ് കേട്ടോ മനസ്സിലാക്കണത്. പിന്നെ
NRIയുടെ ഫീസിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾക്ക് കുറച്ച് അഡ്മിനിസ്ട്രേഷൻ ഫീസ്, അഫിലിയേഷൻ ഫീ, എക്സാമിനേഷൻ ഫീ, അങ്ങനെയൊക്കെ അഡ്മിഷൻ്റെ സമയത്ത് കുറച്ച് ഫീസുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതെല്ലാവരും ഏത് അലോട്ട്മെൻറ്റ് വഴിയാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ഒരു ഫീസ് തന്നെയാണ് കേട്ടോ, PTF ഫീസ്. അങ്ങനെ കുറച്ച് ഫീസുകളൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾക്ക് അപ്ലൈ ചെയ്യണ സമയത്ത് ഒരു 1000 രൂപ ഫീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതെല്ലാം തന്നെ IHRDയുടെ കോളേജാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും വെക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ മോഡലിൽ കൊടുക്കുവാണെങ്കിൽ അവിടെ 1000 രൂപ കെട്ടി ആ കോളേജിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ചെങ്ങന്നൂർ കൊടുക്കുവാണെങ്കിൽ ചെങ്ങന്നൂരിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ 1000 രൂപ കൊടുക്കണം. അപ്പോൾ എത്ര കോളേജ് നിങ്ങൾ NRI അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ഫീസ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസായിട്ട് കൊടുക്കണം. അത് അതായത് നമുക്ക് തിരിച്ചു കിട്ടൂല എന്നുള്ളത് കാര്യം ഓർക്കുക കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് റിസർവേഷനൊന്നുമില്ല, NRI അല്ലേ, നിങ്ങളുടെ പ്യുവർ മാർക്കിൻ്റെ ബേസിൽ മാത്രമാണ് അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓർക്കുക. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാർക്കിന് 45% ഉണ്ടാവണം എന്നുള്ളതാണ്. എന്തായാലും അതാണ്, അത്രയും മാർക്കെങ്കിലും വേണം നമ്മൾ +2 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. PCMന് 45% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എലിജിബിലിറ്റി. പിന്നെ 17 വയസ്സായിട്ടുണ്ടാവണം എന്നുള്ള ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു NRI സ്പോൺസർ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ ഫോമാറ്റ് നമുക്ക് വെബ്സൈറ്റിലുണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ ഇത്രയും സർട്ടിഫിക്കറ്റുകളും കൂടി വെക്കണം കേട്ടോ. നമ്മൾ കൊടുക്കൂലേ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ 7-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കോളേജിൽ കൊണ്ടുപോയി ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും കുറച്ച് സർട്ടിഫിക്കറ്റുകളും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അതിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി പ്രൂഫ്, നിങ്ങളുടെ SSLCയുടെ സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ നേറ്റിവിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി പ്രൂഫ് വാങ്ങാം. അതല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളവർക്ക് ഇതൊക്കെ കേരളത്തിൽ ജനിച്ചവർക്കാണ് കേട്ടോ. ഇനി കേരളത്തിൽ നിങ്ങൾ ജനിച്ചില്ല, നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാളാണ് ജനിച്ചേക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൂഫ് വേണം, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം. മാത്രമല്ല നിങ്ങളും അദ്ദേഹം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയത് വേണം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് നമ്മുടെ SSLCയുടെ സർട്ടിഫിക്കറ്റ്. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത് സൈൻ ഇട്ടത് കേട്ടോ. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് സൈൻ ഇട്ടാൽ മതി. പിന്നെ നമ്മളുടെ മാർക്ക് ലിസ്റ്റ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ്, ഞാൻ ഇടയ്ക്ക് പോയത് എന്താണെന്നറിയോ, നിങ്ങളുടെ റിസൾട്ട് 21 എങ്ങാണ്ടല്ലേ വരുള്ളൂ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയതാണ് നിങ്ങളുടെ ഈ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി. നമുക്ക് 7-ാം തീയതി വരെ എന്തായാലും ഉണ്ട്. 21 എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ അത് വന്നിട്ട് കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് ആ PDF കിട്ടുന്നത് മതി, നിങ്ങൾ ഓൺലൈൻ എടുക്കുന്ന PDF മതി കേട്ടോ. അല്ലാതെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഒന്നും കിട്ടിയിട്ട് കാത്തിരിക്കേണ്ട, അത് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അതാണ് ഇടയ്ക്ക് തോട്ട് പോയപ്പോൾ ഒന്ന് സ്ലോ ആയത്. ഓക്കെ. പിന്നെ ഹീമിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് റെലവൻറ്റ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റൈൻ ഫ്രം കോമ്പണൻറ്റ് അതോറിറ്റി ആസ് ക്രീം പ്രോസ്പെക്ട് SC ST SC BC SC ST അല്ലെങ്കിൽ മറ്റ് റിസർവേഷൻ. ഇവിടെ റിസർവേഷൻ ചോദിക്കണം കേട്ടോ. സാധാരണ NRIക്ക് അങ്ങനെ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കാറില്ല. പക്ഷേ ഇവർ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുമല്ലോ, നിങ്ങൾ കീമിൽ അപ്ലൈ ചെയ്തേക്കണവരല്ലേ. നിങ്ങൾ SC ST അല്ലെങ്കിൽ SC BC അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ചോദിക്കുന്നത് മാർക്ക് റിലാക്സേഷനാണ് കേട്ടോ. അതിന് SC STക്ക് ഇത്ര മാർക്ക് റിലാക്സേഷൻ ഉണ്ടല്ലോ, 45 എന്നുള്ളതിന് 40%. അല്ലാതെ ഒരു റിസർവേഷൻ ഇല്ല. നമ്മൾ കീമിലൊക്കെ കിട്ടുന്ന പോലെ ഒരു റിസർവേഷൻ NRI അഡ്മിഷനില്ല. ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് അടച്ചില്ലേ, അതിൻ്റെ ഒരു പ്രൂഫ്, നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു എന്നുള്ളതിന് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഫോണിൽ കാണിക്കരുത്, നിങ്ങൾ എങ്ങനെ അടിച്ചതാണെങ്കിലും അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. അടുത്തത് NRI സർട്ടിഫിക്കറ്റ് ആണ്. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് എനി വൺ ഓഫ് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ടു പ്രൂവ് NRI സ്റ്റാറ്റസ് എന്നുള്ളതാണ് ചോദിച്ചേക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? സർട്ടിഫിക്കറ്റ് ഫ്രം ബാങ്ക് പ്രൊവൈഡിങ് ദ വാല്യൂ NRI അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് സ്പോൺസർ ഓഫ് ദ കാൻഡിഡേറ്റ്. അതായത് നിങ്ങളുടെ സ്പോൺസറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റോ, എവിടെയാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യണത് അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ എംബസിയിൽ നിന്നുള്ള ആ ഒരു NRI ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റോ, അതല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫ്രം NRI. ഈ ഒരു ഡിക്ലറേഷൻ ആണെങ്കിലും മതിയാവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ആ ഒരാളോ സ്പോൺസർ ചെയ്യണത് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും അതുപോലെ തന്നെ എബ്രോഡുള്ള ഫുൾ അഡ്രസ്സും വേണം എന്നുള്ളതും കൂടി പറയുന്നുണ്ട് കേട്ടോ.
നമ്മൾ സെലക്ഷനൊക്കെ നമുക്കറിയാം PCMൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് സെലക്ഷൻ. പിന്നെ ടൈ ഉണ്ടെങ്കിൽ കുറച്ച് കേസുകൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ IHRയുടെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടും. ഇപ്പോൾ ഞാൻ വായിച്ചില്ലേ പ്രോസ്പെക്ടസ്, ആ പ്രോസ്പെക്ടസും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വായിച്ച് ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് IHRയുടെ വെബ്സൈറ്റാണ്. ചെങ്ങന്നൂർ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. മോഡൽ ഞാൻ കണ്ടില്ല, നോട്ടിഫിക്കേഷൻ ഇത് ചെയ്യണ വരെ കണ്ടില്ല. ഉടനെ തന്നെ ഇടുമായിരിക്കും, കാരണം അത് ഓൾറെഡി സെറ്റായിട്ട് ഇടാന്നുള്ള ഇതിലായിരിക്കും വിചാരിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ മോഡലിൽ അപ്ലൈ ചെയ്യണമെങ്കിലും ഇനി മോഡലിൽ വെബ്സൈറ്റിൽ അത് വന്നില്ലെങ്കിലും നിങ്ങൾക്ക് IHRയുടെ വെബ്സൈറ്റ് വഴി തന്നെ കൊടുക്കാം. കോളേജ് കൊടുക്കുമ്പോൾ മോഡൽ കൊടുത്ത് ഫീസ് മോഡലിൻ്റെ ഇതിലടച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പ് ലൈൻ ഡെസ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതത് കോളേജിൻ്റെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മോഡലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചെങ്ങന്നൂരിൻ്റെ വെബ്സൈറ്റിലെടുത്ത് നമ്പർ വിളിച്ചാലും കിട്ടും. അവിടെ ചോദിച്ചാലും IHRയുടെ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരും. അല്ലാതെ ഇന്ന കോളേജിൽ തന്നെ വിളിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കോളേജ് നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ വേറെ എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.